പണ്ട് പണ്ട് പ്രകൃതി ഭംഗി തുളുമ്പുന്ന ഒരു കുഞ്ഞു ഗ്രാമമുണ്ടായിരുന്നു. അത് വളരെ മനോഹരവും ശാന്തവുമായിരുന്നു. ആ ഗ്രാമത്തിന് ഒരു പ്രത്യേകതയും ഉണ്ടായിരുന്നു. അവിടെയുള്ളവർക്ക് പോലീസിനെയോ പട്ടാളത്തെയോ പേടിയില്ലായിരുന്നു. കാരണം അവർക്ക് ഒരേ ഒരു രക്ഷകനെ ഉണ്ടായിരുന്നുള്ളൂ, കില്ലാടി. ആ ഗ്രാമത്തിന്റെ ശാന്തതയ്ക്കുമേൽ പെട്ടെന്നൊരു ഭീഷണിയായിരുന്നു അത്. ഒരു ദിവസം ബൈക്കുകളിൽ മുഖം മൂടി ധരിച്ച കൊള്ളക്കാർ ഗ്രാമത്തിലെ ബാങ്കിലേക്ക് ഇരച്ചു കയറി. അവർ ആ ഗ്രാമത്തെ ഭയത്തിലാഴ്ത്തി. അവർ ബാങ്കിലുണ്ടായിരുന്ന എല്ലാവരെയും തോക്ക് ചൂണ്ടി ബന്ദികളാക്കി അട്ടഹസിച്ച് ചിരിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരും പേടിയുടെ പിടിയിൽ വിറച്ചു നിന്നു. ബാങ്ക് മാനേജർ രഹസ്യമായി അപായ ബട്ടൺ അമർത്തി. അവൻ വരും, ഈ ഗ്രാമത്തിന്റെ കണ്ണിലുണ്ണി വരും എന്നു മാനേജറുടെ കണ്ണുകൾ പറഞ്ഞു. കൊള്ളക്കാർ പണം നിറയ്ക്കുന്ന സമയം. മാനേജർ സൈറൺ അടിച്ചത് കണ്ടപ്പോൾ കൊള്ളക്കാരിൽ ഒരാൾ അട്ടഹസിച്ചു ചിരിച്ചു. ആരാണീ നാട്ടിൽ ഞങ്ങളെ എതിരിക്കാൻ എന്നായിരുന്നു അവന്റെ ചോദ്യം. ഇത് പറഞ്ഞതും പുറത്തുനിന്നൊരു ജീപ്പിന്റെ ശബ്ദം മുഴങ്ങി. ജീപ്പിന്റെ ശബ്ദം കേട്ടതോടെ മാനേജർ കൊള്ളക്കാർക്ക് നേരെ പുഞ്ചിരിച്ചു പറഞ്ഞു, അവൻ വന്നാൽ നിങ്ങളൊക്കെ ജീവനോടെ പോകില്ല. പെട്ടെന്ന് ബാങ്കിന്റെ വലിയ വാതിൽ തകർത്ത് തെറിപ്പിച്ചുകൊണ്ട് ഒരു ഭീമാകാരമായ ജീപ്പ് അകത്തേക്ക് പാഞ്ഞു കയറി. അവിടെ മുഴുവൻ പുകപടലങ്ങളും പൊടിയും പടർന്നു. അതൊരു മോൺസ്റ്റർ ജീപ്പായിരുന്നു. അത് കണ്ടാൽ ആരും ഒന്ന് ഭയക്കും. പാഞ്ഞെത്തിയ ആ മോൺസ്റ്റർ ജീപ്പിൽ മുൻഭാഗത്ത് കുത്തിപ്പിടിപ്പിച്ചിരുന്ന വലിയ പീരങ്കി തന്നെ കണ്ടാൽ ആരുടെയും നെഞ്ചു നടുക്കാൻ. ഞാനാണീ ഗ്രാമത്തിന്റെ രക്ഷകൻ, കില്ലാടി. ഇത് പറഞ്ഞതും കില്ലാടി തന്റെ അരയിലുണ്ടായിരുന്ന പാലെടുത്തു കുടിച്ചു. ആ നിമിഷം തന്നെ കില്ലാടിയുടെ ശക്തി ഇരട്ടിയായി. കില്ലാടിയെ ഇടിക്കാൻ കൊള്ളക്കാരൻ ശ്രമിച്ചതു മാത്രം ഒറ്റ പിടിത്തത്തിൽ തന്നെ കില്ലാടി അവന്റെ കൈയൊടിച്ചു കളഞ്ഞു. അവിടെയുണ്ടായിരുന്ന ജനങ്ങൾ ഒരേ സ്വരത്തിൽ കില്ലാടി എന്നാർത്തു വിളിച്ചു. കില്ലാടി ഒരാളെ ഇടിച്ച് ബഹിരാകാശത്തിലേക്ക് പറത്തി. കൊള്ളക്കാർ തോക്കുമായി വന്നു. അവരുടെ തോക്കുകൾ കയ്യിൽ നിന്ന് പിടിച്ച് കില്ലാടി പുഷ്പം പോലെ പൊടിച്ചു കളഞ്ഞു. കില്ലാടി അവരെല്ലാവരെയും തോൽപ്പിച്ചു. അവരെല്ലാം നിലത്തു വീണു. ഞാനാണ് കില്ലാടി. ജനങ്ങൾ ഒരുമിച്ച് കില്ലാടി കില്ലാടി എന്ന് ആർത്തു വിളിച്ചു. ആ വിജയം ഗ്രാമത്തിലൊരു മഹാ ഉത്സവം പോലെ ആഘോഷമായി. കില്ലാടി തന്റെ ജീപ്പിൽ കയറി ഹോണടിച്ചു. അതൊരു സിംഹത്തിന്റെ ഗർജനം പോലെ മുഴങ്ങി. കില്ലാടി അവിടെ നിന്ന് യാത്ര തുടങ്ങി.